കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വ വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ. വിവാദ തീരുമാനങ്ങൾ തിരുത്താൻ കഴിഞ്ഞത് ജനങ്ങൾ പ്ലസ് പോയിന്റായി കാണും. തുടർഭരണമുണ്ടായാൽ ജനവിരുദ്ധ തീരുമാനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു തരുന്നുവെന്നും വി.എം. സുധീരൻ റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. സർക്കാരിന്റെ വിവാദ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണമേ ചെയ്യൂവെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. എതിർപ്പുകൾ വ്യക്തിപരമായിരുന്നില്ല. കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്ന് താൻ പാർട്ടി യോഗത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് സുധീരൻ വ്യക്തമാക്കി. ഇല്ല, അതൊക്കെ ചുമ്മാ അത് പല രീതിയിലും വാർത്തകൾ. കെ.പി.സി.സി യോഗത്തിലും പാർട്ടി യോഗത്തിൽ എന്തെല്ലാം കാര്യം സംസാരിക്കുന്നു. പിന്നെ പാർട്ടി യോഗത്തിൽ എന്ത് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളത് പുറത്ത് പറയുന്നത് ഒരിക്കലും ഉചിതമല്ല. ഓരോ വിഷയവും അതിൻ്റെ ഗൗരവമനുസരിച്ച് ചർച്ചയ്ക്ക് വരാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാരണവശാലും അത് വ്യക്തിപരമായ ഏതെങ്കിലും വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. കാര്യങ്ങൾ ഭംഗിയായി പോകുക. ജനങ്ങൾക്ക് അപ്രീതി ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായപ്പോഴാണ് തിരുത്തലിനു വേണ്ടി നിലകൊള്ളേണ്ടി വന്നത്. തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായാൽ തിരുത്താനുള്ള സംവിധാനം മുന്നണിയിൽ തന്നെ ഉണ്ടാകുന്നത് ഒരു പ്ലസ് പോയിന്റായേ ജനങ്ങൾ കാണൂ. ഏത് ഗവൺമെൻറ്റിനും ഈ തരത്തിലുള്ള ശക്തികൾ അവരുടെ സമ്മർദ്ദങ്ങളുമായി മുന്നോട്ട് വരും. പക്ഷേ അതാത് ഗവൺമെൻറ്റുകളിൽ ആ ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ അതിനൊരു തിരുത്തൽ വരുത്തുക എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതേസമയത്ത് തന്നെ എന്തെങ്കിലും പോരായ്മ വന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയം വന്നാൽ അതിനകത്ത് ശരിയായ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ആ തരം ശക്തികളെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി സർക്കാരിനെ ദുരുപയോഗപ്പെടുത്താൻ ഏത് ശക്തി വന്നാലും ആ ശക്തികളെ പ്രതിരോധിക്കാൻ ഏതു സർക്കാരിലും സമ്മർദ്ദ ശക്തികൾ സ്വാധീനം ചെലുത്തുമെന്ന് പറഞ്ഞ സുധീരൻ അത്തരം ശ്രമങ്ങളെ ഇനിയും ജനങ്ങളുടെ പക്ഷത്തുനിന്ന് ചെറുത്തു തോൽപ്പിക്കുമെന്ന് വ്യക്തമാക്കി. കോൺഗ്രസിൽ ബി.ജെ.പിയോട് മൃദുസമീപനമുള്ളവർ ഇല്ലെന്ന് സുധീരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.